എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴേ നമ്മളിപ്പോ ഇരിക്കുന്നത് ഇതിനകത്ത് ഒരു ഫോൺ വരുന്നു. ദാരിദ്ര്യം എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നിടത്ത് ഫോൺ വരും, അത് കട്ടാക്കട്ടെ. നമ്മളിപ്പോഴേ പോകുന്നത് മൺട്രോ തുരുത്തിലോട്ടോ. മൺട്രോ തുരുത്തിന്റെ കുറെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ അവിടെ കുറെ മാറ്റങ്ങളൊക്കെ വന്നെന്ന് പറയുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കൂടെ നമ്മളെ അക്ഷയ് ബോക്സ് ഉണ്ട്, അക്ഷയ് ബോക്സ്. അപ്പം പുള്ളിയെ അറിഞ്ഞുകൂടാത്തൊരു കമന്റ് ചെയ്താൽ മതി, ഞാൻ പറയാം ആളാരാണെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം, ഇതാണ് മൺട്രോ തുരുത്തിലോട്ട് പോകുന്ന വഴി. നമ്മളിത് കല്ലട വഴി വരുന്ന റോഡാണ് കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, മാപ്പിൽ നോക്കി അറിയാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ മൺട്രോ തുരുത്തിന്റെ ഒരു എൻട്രൻസ് ആണെന്നുള്ളത്. ഈ പാലം ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് കായലാണ് കേട്ടോ. കായലല്ല, പുഴയാണ്. ഇവിടുന്ന് അവർ ബോട്ടിങ്ങിന്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. പുഴയും ഇപ്പുറത്ത് നല്ല അടിപൊളി റോഡ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ റോഡ് കേട്ടോ. ഇവിടുത്തെ MLA എനിക്ക് വന്ന് കോവൂർ കുഞ്ഞുമോനാന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം, നല്ല നല്ല നിലവാരത്തിലാണ് റോഡ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഇരവുരം താന്നി റോഡ്. താന്നി നമ്മൾ വർക്കല പോകുന്നത് കുറെ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. നല്ല ബീച്ചുകളും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് കണ്ടാൽ പെറ്റ അമ്മ സഹിക്കത്തില്ല, ആ ലെവലിലാണ് കിടക്കുന്നത്. വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പരിപ്പും പപ്പടമൊക്കെ എടുക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. ഇവിടുന്ന് ബോട്ടിങ് ഏറ്റവും കൂടുതൽ ഇവിടുന്നാണ് പോകുന്നത്. ഇതിനപ്പുറത്തും ഉണ്ട് കൂടുതൽ ഫാമിലീസ് ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയതാണ്ടേ, അതാണ് കായൽ. വീഡിയോസ് കൂടുതൽ നമ്മുടെ പഴയ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. ഇതിപ്പം വീണ്ടും വന്നപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് എടുത്തതാണ്. പക്ഷേ റോഡിനെ പറ്റി എടുത്തു പറയണം, ഏറ്റവും നല്ല മാറ്റം കേട്ടോ റോഡ്. സംഭവം കായലൊക്കെ പഴയ കായൽ തന്നെ. ഇവിടെ വെള്ളമുണ്ട്, പിന്നെ കുറച്ച് വികസനങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡ് കഴിഞ്ഞുള്ള പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് വെച്ചാൽ ഈ പുള്ളി അക്ഷയ് ബോക്സ് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു രണ്ടാമത്തെ മാറ്റമാണ് കേട്ടോ. ഇവിടെ കുറച്ച് കസേരകൾ കിട്ടുന്നുണ്ട്. സംഭവം വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതാ അങ്ങനെ അടിപൊളിയായിട്ടൊരു വ്യൂ ആസ്വദിക്കാം. ഇതാണ്ട് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ജീവനാണ് ഇഷ്ടമുടി ജീവിക്കണം, മണക്കണം. മൺട്രോ വ്യൂ പോയിന്റ്, മൺട്രോ എസ്കർവ് വ്യൂ പോയിന്റ്. ഗ്രാമപഞ്ചായത്ത് അപ്രൂവ്ഡാ, ISA അപ്രൂവ്ഡ് പോലെ ഗ്രാമപഞ്ചായത്ത് അപ്രൂവ്ഡ്. അതുള്ളല്ലേ. അതുകൊണ്ട് ഇവിടെ എല്ലാം റോയിങ് ബോട്ട്സൊക്കെ കിടപ്പുണ്ട്. ഇത് നമ്മൾ ആ റിസോർട്ടിലോട്ടൊന്ന് വഴിയാണ്, വേലിയേറ്റോ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഷൂസ് ആയതുകൊണ്ട് പോക്ക് കിടക്കത്തില്ല, വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ എല്ലാ കടകളിലും അതിനകത്ത് ഒരു റേഡിയൊക്കെ ആയിട്ട് സംഭവം തെറ്റിച്ചിട്ടുണ്ട്, ജീവനാണ് ഇഷ്ടമുടി ജീവിക്കണം ഇഷ്ടമുടി. ഇതെന്തോടെ വായിലൊക്കെ ഇതിൽ അപ്പനാ. സംഭവം നല്ല മാറ്റങ്ങളുണ്ട്, അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. റോഡൊക്കെ വേറെ ലെവല്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിയാം. ബോട്ടിംഗ് ഒക്കെ സെയിം റേറ്റ് തന്നെ, 1000, 800, 6 റേറ്റ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കിടപ്പുണ്ട്. ഇതിനകത്തും എല്ലാം കിടപ്പുണ്ട് വെള്ളങ്ങളൊക്കെ. ഒരു വെള്ളം കയറിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് പോക്ക് നടക്കത്തില്ല. വള്ളങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പോയ വേലിയേറ്റം അതിനെക്കൂടെ ഒരു വണ്ടി ഡിസയർ ഇട്ടേക്കുന്നു. ഡിസയർ ആ മനോഹരമായ ദൃശ്യം എന്ത് രസമുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്ക, അതായത് കണക്ക് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വേസ്റ്റിടാനുള്ള സംഭവങ്ങളൊക്കെ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ അതിനകത്ത് തന്നെ ഈ സംഭവം ഇട്ടോളും. വലിയ വേസ്റ്റ് ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരു CCTV ക്യാമറയും അതിൻ്റെ കൂടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് കേട്ടോ. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവം. ചേട്ടാ ഒന്നുകൂടെ പറഞ്ഞേ കേൾക്കട്ടെ. അത് തന്നെ ചേട്ടാൻ പറഞ്ഞത് കേട്ടല്ലേ. പുതിയ ഹോട്ടലോ റിസോർട്ട്സോ ഒക്കെ അടിപൊളിയായിട്ട് പണിയുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ്, നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഫ്രണ്ടേജ് ഇതാണ്. പഴയ ഹോട്ടലൊക്കെ കണ്ടായിരുന്നു തോന്നുന്നു, അത് പുതുക്കുവാണെന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം.
ഇങ്ങനെയൊക്കെയുള്ള റോഡ് വരികയാണെങ്കിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരും, ഉറപ്പാണ്. കാരണം അവർക്ക് വരുമ്പോഴും വലിയ വിഷയമില്ലാതെ ഓടി വരാം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഫീലിംഗ് കേട്ടോ. വള്ളം വരുന്നുണ്ടോ, ബോട്ട്, ഹൗസ് ബോട്ട്സ്, ഇഷ്ടം പോലെ പാക്കേജ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഈ വള്ളവും ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ പാക്കേജ് എടുക്കണ്ട, ഇവിടെ വന്നതിന് ശേഷം എന്താ വരുന്ന വഴിക്കെല്ലാം ആൾക്കാർ ഇപ്പോണ്ട് ബോർഡുമായിട്ട്. അതായിരിക്കും ലാഭം. നിങ്ങൾ ഈ ടൂറിസ്റ്റ് ഈ ട്രാവൽസ് വഴിയൊന്നും പാക്കേജ് എടുക്കണ്ട, അല്ലാതെ വന്ന് എടുക്കുകയാണെങ്കിൽ ഇതാ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ തന്നെ. ഇപ്പം നിങ്ങളൊരു 5000 രൂപ കിട്ടുന്ന പാക്കേജ് ഇവിടെ വന്ന് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ 2000 രൂപ കിട്ടും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഉണ്ടോ, ഇത് മൺട്രോത്തുരുത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്. ആ റോഡും ആ സെയിം നിലവാരത്തായിക്കൊണ്ടിരിക്കുക. പണികൾ നല്ല അടിപൊളിയായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് കായൽ, അപ്പുറത്തെ റോഡ് ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ റോഡും കൂടെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ മൺട്രോത്തുരുത്തിൻ്റെ മുഖച്ഛായ മാറും കേട്ടോ. നല്ല സൂപ്പറായിട്ട് പണി ചെയ്യുന്നു. വണ്ണം നോക്കുന്നു. നല്ല വെയിൽ, വണ്ടികളൊക്കെ നല്ല ചെറിപ്പഞ്ഞു പോവുക. കാരണം വിഷയങ്ങളൊന്നുമില്ല, റോഡിൻ്റെ മനോഹാരിത തന്നെ കാര്യം. സംഭവം നല്ല വെയിലുണ്ട് കേട്ടോ. ഇതുണ്ട് വള്ളം, ഇവിടെ വള്ളം തൊട്ടിപ്പുറത്ത് നല്ല അടിപൊളി റോഡ്. അപ്പം നമ്മൾ മെയിനായിട്ട് റോഡൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. കാരണമേ വേറെ എന്ത് മാറ്റം വരുന്നതിനെക്കാട്ടും നല്ലത് ആദ്യം റോഡ് മാറണം, എന്നാലേ ഇവിടുത്തെ ടൂറിസ്റ്റുകളെ എത്തിക്കാൻ വരത്തുള്ളൂ. അവർ വരുമ്പം ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് നോക്കുന്നത്. അപ്പം സുഗമമായ സഞ്ചാരം അതാണ്. എന്തായാലും സൂപ്പർ റോഡ്, മൺട്രോത്തുരുത്തിൻ്റെ ഭംഗി അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.